ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ചായിരിക്കും നിങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് അല്ലെ? തീർച്ചയായിട്ടും ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും വിലപ്പെട്ട നമ്മുടെ സമയം മാറ്റിവെച്ച് ഈ ഒരു കാര്യം കേൾക്കാനായിട്ട് അവരുടെ ഒരു ക്ഷണം സ്വീകരിച്ച് എത്താനുള്ള ഒരു മനസ്സിന് ആദ്യം തന്നെ നല്ലൊരു കൈയടി കൊടുക്കുക. എത്ര പേരുണ്ട് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കേൾക്കാൻ വന്നൊന്ന് കൈവെക്കാമോ? യെസ്, ആദ്യമായിട്ട് കേൾക്കാൻ വന്നവരല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അവർക്കത് അർഹതപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ആദ്യം വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എക്സ്പീരിയൻസ് കേൾക്കണം അല്ലെ? എങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനിയുടെ ആൾക്കാരാണോ ഇതിനെ കുറിച്ച് പറയാൻ, അതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എത്തിപ്പെട്ട വഴി എന്തെന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. 2 വർഷം മുന്നേ 2022 ഏപ്രിൽ 26 ഞാൻ ഈ പ്രോഡക്റ്റിന് ഓർഡർ ചെയ്തു. എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് ഒരു ഫോൺ കോളിലൂടെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഗുണം എനിക്ക് പറഞ്ഞു തന്നത്. ഇന്ന് നിൽക്കുന്ന പോലെ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു, കിടക്കുന്ന അവസ്ഥയായിരുന്നു. അതായത് 14 വർഷമായിട്ട് തുടർച്ചയായിട്ട് ബാക്ക് പെയിൻ ഉള്ള ആളാണ് ഞാൻ. ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ട്. 7 വർഷമായിട്ട് തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. 4 സർജറി കഴിഞ്ഞതാണ്. എല്ലാ തരത്തിലും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അത് ഞാനൊന്ന് അടിവരയിട്ടിട്ട് പറയാണ്. കാരണം ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ് അല്ലെ? കാരണം നമ്മളെല്ലാവരും അത് അനുഭവിക്കുന്ന ആളുകളാണ്. ഇന്ന് ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ജോലി എടുക്കുന്നുണ്ടോ അതിന്റെ 3/4 ഭാഗം ഏതെങ്കിലും ഹോസ്പിറ്റലിലും ഡോക്ടർക്കും ചെലവാക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ജോലി എടുക്കുന്നുണ്ട്, കയ്യിലൊന്നും കാണാനില്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഒരാളെ കാണിച്ചാൽ നാളെ ഒരാളെ കാണിക്കണം. അങ്ങനെ 4 പേരും സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും? വളരെയധികം പ്രയാസകരാണ്. അതായത് ഈ ബാക്ക് പെയിൻ കാരണം ഞാൻ പല തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഹെർണിയയുടെയും ഗാൽസ്റ്റോണിന്റെയും സർജറി കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഞാൻ കൊറോണ സമയത്ത് ചെയ്യുന്നത്. അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് കടന്നു പോകുന്ന അവസ്ഥയിലേക്കായി. ആ ഹെർണിയയുടെയും ഗാൽസ്റ്റോണിന്റെയും പ്രശ്നം മാറി. പക്ഷേ ഈ ബാക്ക് പെയിൻ 14 വർഷമായിട്ടുള്ള എന്റെ ബാക്ക് പെയിൻ കാരണം എനിക്ക് അത് തീരെ മാറ്റം വരാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. ഈ അടിക്കടിയുള്ള സർജറിയുടെയും പ്രയാസമൊക്കെ ആയിരിക്കുന്നതാണ് ഡോക്ടറും പറഞ്ഞത്. എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആയുർവേദത്തിൽ കാണിച്ചപ്പോൾ 16 ദിവസം കിഴി കുത്തണം, ബാക്കി അത്രയും ഡേയ്സ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ചെറിയ മോൾക്ക് അന്ന് 6 വയസ്സായി, ഇപ്പൊ 8 വയസ്സായി. 2 വർഷം മുന്നേയുള്ള കഥയെ ഞാൻ പറയുന്നത്. അപ്പോൾ അവളുടെ ഒരു പ്രയാസം ആലോചിച്ചിട്ട് ഞാൻ എന്ത് പറഞ്ഞു, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കല് എനിക്ക് നടക്കൂല, അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അലോപ്പതി കാണിച്ചപ്പോൾ പറഞ്ഞത് ഡിസ്കിന്റെ പ്രശ്നമാണ് എക്സ്റേയിൽ കാണുന്നത്, നമുക്ക് MRI എടുത്തിട്ട് കറക്റ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുക്കാൻ നിൽക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം പോലെ ആ ഫോൺ കോൾ എനിക്ക് വരുന്നത്. ഷംന, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരുപാട് പേർക്ക് മാറ്റമുണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പൊ ഇതിന് മുന്നേ ഈ ഒരു പ്രോജക്റ്റ് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇത് കാണുന്നത്. ഞാൻ പറഞ്ഞു ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞതായി, കഴിഞ്ഞ 10-14 കൊല്ലമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ. ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ സർവമർമ്മ ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഞങ്ങളുടെ റൂമിലുണ്ട്. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം റൂമിലേക്ക് കയറി വരിക ഏതെങ്കിലും ഓയിൽമെന്റോ തൈലോ ആയിട്ടാണ്. കാരണം ആ മനുഷ്യന് കിടന്നുറങ്ങണമെങ്കിൽ ഞാൻ ഉറങ്ങണ്ടേ, എന്നാലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വേദന വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അടുത്തുള്ള ആളുടെ ഉറക്കം പോലും പോകും. അപ്പോൾ ഏതെങ്കിലും തൈലും ഓയിൽമെന്റും എടുത്തിട്ടാണ് ആശ്വാസന ആ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര കാലമായിട്ട് ഉള്ളിലേക്ക് മരുന്ന് കഴിച്ചിട്ടും ഇത്രയധികം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടും കിട്ടാത്ത റിസൾട്ട് ഇതിന് കിടന്നാലും വെള്ളം കുടിച്ചാലും ഒന്നും മാറുന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അത് പറയുമ്പോഴും എന്റെ മൈൻഡിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് എന്റെ അച്ഛമ്മ വല്യമ്മയ്ക്ക് ഈ ചികിത്സാ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഇതിന്റെ പേര് ഈബാറ്റോറി എന്നല്ല, എന്താ പറഞ്ഞത്, പ്രഷറിന്റെ വള എന്നാ പറഞ്ഞത് അല്ലെ? പ്രഷറിന്റെ വളയായിട്ടൊരു സംഭവം പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും, ഇപ്പൊ ഗൾഫിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയും. കാരണം അതിവിടെ കിട്ടിയത് ഗൾഫിലുള്ള കുടുംബങ്ങൾക്ക് മാത്രം, സാധാരണപ്പെട്ട ആളുകൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ പ്രൊഡക്ഷനോ മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഈ ഒരു ഉൽപ്പന്നത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, ഇത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എന്റെ അച്ഛമ്മയുടെ അമ്മമ്മയുടെ കയ്യിലൊക്കെ ഈ പ്രഷറിന്റെ വളയുണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധു ഗൾഫിൽ ഉള്ളത് കൊണ്ടാണ് ഈ സാധനം ഞങ്ങൾക്ക് കിട്ടിയത്. അത് കറക്റ്റായിട്ട് ഗോൾഡിന്റെ വളയേക്കാളും പ്രാധാന്യം വളയ്ക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ സ്റ്റോൺ ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റോണിന്റെ അട്രാക്ഷൻ കാരണം ഞങ്ങൾ കുട്ടികൾ ഇതിങ്ങനെ പിടിച്ചു വാങ്ങാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് തരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതെടുത്ത് കയ്യിലിടും, രാത്രി കിടക്കാൻ പോകുമ്പോൾ അൾമാരിയിൽ അയച്ചു വെച്ച് പൂട്ടും. അപ്പൊ എന്റെയൊക്കെ മനസ്സിൽ ഈ ഗോൾഡിനേക്കാൾ വിലയുള്ള എന്തോ സാധനമാണ് ഇത് എന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചത്.
വല്യമ്മയ്ക്ക് നടുവേദന പ്രശ്നങ്ങളില്ലാതുകൊണ്ട് ഇതിന്റെ ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്, ചെരുപ്പ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ അന്നേ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇത്രയധികം റിസൾട്ട് ഒന്നും എന്തില്ല ഇപ്പം ഇതിനെ കൊണ്ട് ഉണ്ടാവില്ല. കാരണം ആധുനിക വൈദ്യശാസ്ത്രം വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അവിടേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് എക്സ്റ്റേണൽ യൂസിൽ റിസൾട്ട് കിട്ടുന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്താ പറയാ, സാധാരണപ്പെട്ട ഒരാൾക്കത് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് വന്നത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളും അന്ന് രാത്രി എന്റെ സെർച്ചിങ് കംപ്ലീറ്റ് എന്തായിരുന്നു, ഓൺലൈനിൽ, അതായത് യൂട്യൂബിലും ഗൂഗിളിലും എല്ലാം കയറിയിട്ട് മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് സെർച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം ഉറപ്പാ, ഇന്നത്തെ കാലത്ത് ആരും പറ്റിക്കാനൊന്നും പറ്റൂല അല്ലെ. സാറ് വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞിറങ്ങുമ്പോഴേക്ക് എന്തായിരിക്കും അവർ സെർച്ചിങ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചും അന്ന് രാത്രി ഫുള്ളും ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും കയറി നോക്കിയ സമയത്ത് ഇതിനെ കുറിച്ച് ഒരുപാട് വീഡിയോകളും അല്ലാതെയുള്ള മെസ്സേജുകളും ഒക്കെ കാണാൻ തുടങ്ങി. അതിന്റെ കൂടെ തന്നെ നെഗറ്റീവ് വീഡിയോസും ഉണ്ട്. ആ നെഗറ്റീവ് വീഡിയോസ് ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാല്, ഒരു വീഡിയോ കണ്ട അതിന്റെ കമന്റ് ബോക്സാണ് ഞാൻ നോക്കുക. കാരണം ഒരാളുടെ അഭിപ്രായം ഇല്ലല്ലോ, ഒരുപാട് ആളുകളുടെ അഭിപ്രായമല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് അതിലുണ്ട് താങ്കൾ ഇത് ഉപയോഗപ്പെടുത്തു എന്നിട്ട് ഇതിനെ കുറിച്ച് പറയാൻ നിൽക്കും. അങ്ങനെ കുറെ അധികം ആളുകൾ, ഒട്ടനവധി ആൾക്കാർ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി സത്യം അതാണ്. ഒരാൾ പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, ചിലപ്പോൾ തെറ്റിയേക്കാം. അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല അതെന്റെ മാത്രം റിസൾട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒട്ടനവധി ആളുകളിൽ എന്നിലൂടെ റിസൾട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രോഡക്റ്റിന് ഇത്രയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരിലും ഈ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പോലും മനസ്സിലാക്കിയത്. അപ്പൊ ഈ കമന്റ് ബോക്സും കാര്യങ്ങളും എല്ലാം വായിച്ചു കഴിഞ്ഞ് ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും വേണ്ടില്ല, MRI എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. ആ MRI എടുക്കാൻ വെച്ച പൈസക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം. അത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അന്ന് ഹസ്ബൻഡ് എന്നെ ഒരുപാട് വിലക്കിയിട്ടുണ്ട്, ഇനിയും പരീക്ഷണത്തിന് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ സ്വന്തം താല്പര്യാർത്ഥം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു, പരീക്ഷിക്കാൻ തന്നെയാണ് വാങ്ങിച്ചത്. ഉപയോഗിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓൾറെഡി തൈറോയ്ഡ് ഉള്ള ആളുകൾ ഇതിൽ ആരെങ്കിലും ഉണ്ടോ? തൈറോയ്ഡ് ഉള്ള ആൾക്കാരുണ്ട് അല്ലെ? ഉള്ളവർക്കറിയാം ക്ഷീണവും കൊഴുക്കും നമുക്ക് തീരൂല അല്ലെ. അതാണ് തൈറോയിഡിന്റെ പ്രത്യേകത. കാരണം ഈ ഒരു ഗ്രന്ഥിയാണ് നമ്മളെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ബാധിക്കാൻ തുടങ്ങും. ഇത്ര മുടിയുള്ള ആളായിരുന്നു ഞാൻ, അതിങ്ങനെ തൊഴിഞ്ഞ് ഇത്രയാവാൻ തുടങ്ങി. അപ്പൊ മാനസികപരമായിട്ടുള്ള ഒരു പ്രയാസം അതിന് വരാൻ തുടങ്ങി. പിന്നീട് ക്ഷീണം, കുഴക്കൽ, കാര്യങ്ങൾ, പ്രയാസങ്ങൾ, ഓരോ ദിവസം ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ വരാൻ തുടങ്ങി. രാവിലെ വേഗം എണീക്കണം, വേഗം പണി തീർക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ശരീരം കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരാൻ തുടങ്ങി. അങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട സമയത്താണ് ഈ ഒരു സംഭവം കയ്യിലേക്ക് കിട്ടി. ആദ്യ ദിവസം തന്നെ വന്ന മാറ്റം, അലാറം വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് എണീക്കുന്ന ഞാൻ അലാറം അടിയുന്നതിന് മുന്നേ അറിയാൻ തുടങ്ങി എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഞാൻ എണീക്കുന്നത് വളരെയധികം ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടിയാണ്. തുടർച്ചയായിട്ട് ഇത് ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം തന്നെ അടുത്തൊരു മാറ്റം വന്നത്, എനിക്ക് താഴെ വീണ സാധനങ്ങൾ കുനിഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം 4 സർജറി ചെയ്ത ഭാഗങ്ങളിൽ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ എടുക്കാനും നിവരാനും അടിച്ചു വാരാനും വീട്ടിലെ കാര്യങ്ങൾ മുന്നത്തെക്കാൾ ഉത്സാഹത്തിൽ ചെയ്യാനും തുടങ്ങി. മറ്റേത് ഓവർ ടൈം എനിക്ക് നിൽക്കാൻ പറ്റില്ല, യാത്ര കൂടുതൽ ചെയ്യാൻ പറ്റില്ല, കൂടുതൽ യാത്ര ചെയ്യണമെങ്കിൽ ഇഞ്ചക്ഷൻ അടിക്കണം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ എന്റെ മാറ്റം ഓരോന്നും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. 2ാമത്തെ ആഴ്ച പെയിന് കൂടി. സ്വാഭാവികമായിട്ടും അല്ലെ, നമുക്കറിയാം നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉള്ളത് അധികരിക്കാം, ഷുഗർ ഉള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് കൂടിയേക്കാം. അതൊക്കെ നമ്മൾ എന്തായിട്ട് നെഗറ്റീവായിട്ടാണ് ആദ്യം കാണാം. പക്ഷെ എനിക്കിത് തന്ന വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഡം ഇത് ഉപയോഗിക്കുമ്പോൾ ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും, ലൈറ്റായിട്ട് തലവേദന വന്നേക്കാം, ലൂസ് മോഷൻ വന്നേക്കാം, എന്ത് വന്നാലും ശരി അത് ഇതിന്റെ പാർട്ടാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, അതിലൂടെ ഇതിന്റെ റിസൾട്ടിലേക്ക് നമ്മൾ മാറുന്നു. അപ്പൊ എന്റെ മൈൻഡിൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് ആ പെയിന് വലിയൊരു പ്രയാസമായിട്ട് തോന്നില്ല. എന്നിട്ട് ഞാൻ വിളിച്ചു, സാറേ ഇങ്ങനെ ഉണ്ടല്ലോ, എനിക്കൊരു പെയിന് നല്ല രീതിയിൽ കാലൊക്കെ ഇങ്ങനെ മസിൽ വലിക്കുന്ന പോലെയുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, മാഡം അങ്ങനെ ഉണ്ടാവും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, വെള്ളം നന്നായിട്ട് കുടിക്കണം, എന്തായാലും മാറ്റം ഉണ്ടാവും. ഇല്ല, ടോട്ടൽ ഒരു 3 ആഴ്ച സമയം എടുത്തിട്ടേ ഉള്ളൂ. 3 ആഴ്ച കഴിഞ്ഞ് 4ാമത്തെ ആഴ്ച ഞാൻ ആലപ്പുഴ ഹൗസ് ബോട്ടിന് ട്രിപ്പ് പോയി. ആ സംഭവം എന്നെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ്. ആ മാറ്റം എന്നെക്കാൾ കൂടുതൽ ആഘോഷിച്ചത് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെയാണ്. എനിക്ക് പല സ്ഥലത്തു നിന്നാണ് ഞാൻ ആ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചപ്പോൾ വന്നത്, ഏത് ഡോക്ടറെ കാണിച്ചതെന്ന് ആദ്യം ചോദിച്ചത്. കാരണം എന്റെ പ്രയാസം കംപ്ലീറ്റ് എന്റെ വേണ്ടപ്പെട്ടവർക്കറിയാം, അടുത്തുള്ളവർക്കറിയാം. അങ്ങനെ ആദ്യം ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് എന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചി തന്നെയാണ്. കാരണം അവരാണ് ഡെയിലി എന്നെ കാണുന്നത്. എന്റെ കുടുംബക്കാരെക്കാൾ കൂടുതൽ ദിവസവും എന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആദ്യം ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്.
അവർ വാങ്ങിച്ച് 4ാമത്തെ ദിവസം അവരുടെ റിസൾട്ട് വന്നു. റാഹില മാഡത്തിന്റെ സെയിം പ്രശ്നമായിരുന്നു. മൊബൈൽ കയ്യിൽ നിന്ന് വീണ് പോകും, പാത്രങ്ങൾ വീണ് പോകും, കൈക്ക് തരിപ്പ്, കടച്ചില് പ്രശ്നങ്ങൾ. ആ ചേച്ചി അലക്കി കഴിഞ്ഞാൽ തുണി ആറിടണമെങ്കിൽ മോള് സ്കൂളിൽ ഇട്ട് വരണം, അങ്ങനെയുള്ള പ്രയാസമുള്ള ആളായിരുന്നു. അപ്പൊ ഇതിലെല്ലാം മാറ്റം വരാൻ തുടങ്ങി. അവരുടെ റിസൾട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പോലും അതിശയിപ്പിച്ചത്. ഞാൻ അതുവരെ വിചാരിച്ചത് എനിക്ക് മാത്രം കിട്ടിയ റിസൾട്ടാണ്. അങ്ങനെ ദിനം പ്രതി റിസൾട്ടുകൾ കൂടി വരാൻ തുടങ്ങി. പ്രോഡക്റ്റിന്റെ മഹാത്മ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടും വോയിസ് ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ എനിക്ക് വരാൻ തുടങ്ങി. ആ സമയത്താണ് ഈ ബിസിനസിന്റെ സാധ്യത ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതുവരെ എനിക്ക് ബിസിനസ് പറഞ്ഞു തന്ന ആളെ ഞാൻ റിജക്ട് ചെയ്യാണ് ചെയ്തത്. 4 തവണ എന്നെ കാണാനായിട്ട് അദ്ദേഹം ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് കോഴിക്കോട് വന്നിട്ടുണ്ട്. 4 തവണയും ഞാൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ മടക്കി പറഞ്ഞയച്ചിട്ടുണ്ട്. അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ വരാന്ന് പറയും, വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കല്ലോ. അപ്പൊ ആ കോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വരാന്ന് പറയും. പക്ഷെ ആ വ്യക്തി അവിടെ നിന്ന് ഇതുവരെ യാത്ര ചെയ്ത് ഇവിടെ വന്നാൽ ഞാൻ എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന് ഫോൺ എടുക്കില്ല. അപ്പൊ ഇന്ന് എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. അന്നേ ആ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിൽ എനിക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. അപ്പോ അത് ഒരു എന്താ പറയാ, ഈശ്വര നിശ്ചയമാണ് അതൊക്കെ. അപ്പോ സ്വാഭാവികമായിട്ട് 5ാമത്തെ കോള് ഞാൻ അങ്ങോട്ടാണ് ചെയ്തത്. സാറേ, എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം, ഒരുപാട് എൻക്വയറി എനിക്ക് ഇതിനെ കുറിച്ച് വരുന്നുണ്ട്, എനിക്ക് ഇതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ അറിയുന്നില്ല. കാരണം ഞാൻ പഠിച്ച മേഖലയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. മനുഷ്യ ശരീരം എന്താണ്, അതിന്റെ പ്രവർത്തനം എന്താണ്, ഇതിനെ കുറിച്ച് ഒന്നും അറിയാതെ ഞാൻ എങ്ങനെയായി പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ആളുകൾക്ക്. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. കോഴിക്കോട് ഇതേപോലെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അന്ന് പറയഞ്ചേരി സീഷൻ ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിന്റെ 4-1 ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടുന്ന് കാര്യങ്ങൾ കേട്ട് ബോധ്യപ്പെട്ടപ്പം ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ഈ ഓഡിറ്റോറിയത്തിന്റെ പ്രോഗ്രാം എവിടെ നടക്കുമ്പോഴും 100 പേരുണ്ടെങ്കിൽ അതിൽ 70 പേരും എന്റെ ആൾക്കാർ ഇരിക്കുന്നുള്ള ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് സീരിയസ് ആയിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആ 70 പേര് ഇരിക്കുമ്പോൾ അത്രയധികം കുടുംബങ്ങളിലേക്ക് ഇത് എത്തും, അവരിലൂടെ അവരുടെ ബന്ധുക്കളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് എത്തും എന്നുള്ളൊരു ലക്ഷ്യമാണ് മനസ്സിലുണ്ടായിരുന്നത്. കാരണം ആരോഗ്യപരമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ താളം തെറ്റും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പ്രശ്നം മാത്രമാണ് പറഞ്ഞത്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. മൂത്ത കുട്ടിക്ക് ഇപ്പൊ 15 വയസ്സായി. അവൾക്ക് ശരിക്കും പറഞ്ഞ ഒരു 4ാമത്തെ വയസ്സ് മുതൽ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ് വന്നത്. അതായത് പ്രോട്ടീൻ ലീക്ക് ആവുക യൂറിനിലൂടെ, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. 9 വർഷത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് കുട്ടി നോർമൽ ആയത്. അപ്പൊ 9 വർഷം ട്രീറ്റ്മെന്റ് എടുത്തത് കോഴിക്കോട് ഇവിടെ എന്താണ് പറയാ, ബേബി മെമ്മോറിയലിലും പിന്നെ മിംസ് ഹോസ്പിറ്റലിലും. മിംസിൽ സുരേഷ് സാർ ആണെങ്കിൽ ബേബിയിലേക്ക് പോയപ്പോൾ തോമസ് മാത്യു അദ്ദേഹമാണ് നോക്കിയിട്ടുള്ളത്. ഈ 2 വ്യക്തികളുടെ ട്രീറ്റ്മെന്റ് ഒരു 9 വർഷം എടുക്കുമ്പോൾ എത്ര പൈസയായിട്ടുണ്ടാവും ഇവിടെയുള്ള ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റും അല്ലെ. പ്ലാസ്മ ഇട്ടിട്ടുണ്ട്, പല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 9 വർഷം കഴിഞ്ഞപ്പോഴാണ് മോളൊന്ന് റിക്കവർ ആയത്. അത് കഴിഞ്ഞ് അടുത്ത കുട്ടി ഉണ്ടായപ്പോൾ അവിടെയും പരീക്ഷണം തന്നെയായിരുന്നു. 2 കാലും ബെൻഡായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. പ്രസവിച്ച് കൈ തന്നപ്പോഴാണ് ഞാൻ പോലും കാണുന്നത്. അതുവരെ സ്കാനിങ്ങിലോ ഒന്നിലൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചത് അതിശയമൊന്നുമില്ല. കാരണം ഈ മൂത്ത കുട്ടിക്ക് സുഖമില്ലാത്ത സമയത്താണ്, ഒരു 7 വർഷത്തെ കഴിഞ്ഞപ്പോഴേക്കാണ് അടുത്ത കുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആവുന്നതിന്റെ ഇടയ്ക്ക് എനിക്കിതൊന്ന് ശ്രദ്ധിക്കാനുള്ള മാനസിക സ്ഥിതി, ശാരീരിക സ്ഥിതി ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ കൈ തന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എന്ന് അറിയുന്നത്. 3 സർജറി കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ മോള് നടക്കാൻ തുടങ്ങിയത്. അതും ചെയ്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പൊ ഈ ഓരോ തവണ സർജറിയും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ എത്രത്തോളം പൈസ, ഒരു വീട് എടുക്കുന്നതിൽ അപ്പുറം പൈസ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെലവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇക്ര ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 80,000 രൂപ ചെലവാക്കിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് പൊടിക്കാൻ നോക്കി. പക്ഷെ നമ്മളെ നിർഭാഗ്യവശാൽ അത് പൊടിയുന്നില്ല, സൈസ് കൂടുതലായിരുന്നു. അപ്പൊ വീണ്ടും പൈസ ചെലവാക്കേണ്ടി വന്നു. പ്രൈവറ്റിൽ നിന്ന് എന്ത് ചെയ്തു, അത് ഓപ്പറേറ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം, പക്ഷെ എന്താ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഓപ്പൺ സർജറി അവിടെയുള്ളൂ. ഇവിടെ മുതൽ ഇവിടം വരെ കീറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അദ്ദേഹം ഡ്രൈവറാണ്. അപ്പോ ഡോക്ടർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടത്തെ പണിക്ക് പോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഈ ഇത്രയും കീറി കഴിഞ്ഞാലുള്ള പ്രയാസം അറിയാലോ. അപ്പൊ കീഹോൾ ആണ് ബെറ്റർ, പക്ഷെ മെഡിക്കൽ അതിനുള്ള സംവിധാനം ഇല്ല, നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഇക്ര ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് ഡോക്ടറുടെ സഹായത്തോടു കൂടി ആ സർജറി ചെയ്യുന്നത്. അന്ന് 80,000 രൂപ അതിന് ചെലവാക്കി. അത് കഴിഞ്ഞ് എന്റെ സർജറി ഞാൻ പറഞ്ഞു ഏകദേശം 1.25 ലക്ഷം രൂപ മലബാറിന്ന് ചെയ്തു. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി കഴിഞ്ഞാല് ഒരു പിടിയില്ല. കാരണം ഞാൻ ഇപ്പൊ ചിരിച്ചു പറയുന്നുണ്ടെങ്കിൽ അന്നത്തെ എന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. കാരണം ജീവിതം ആസ്വദിക്കേണ്ട സമയത്ത് ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ ചെലവാക്കിയത് ഹോസ്പിറ്റലിലാണ്.
എന്റെ മോള് കിടക്കുന്ന ബെഡിലെ അവസ്ഥയേക്കാൾ പരിതാപകരമായിരിക്കും അപ്പുറത്തെ കുട്ടി കിടക്കുന്നത്. അത് കാണുമ്പോൾ അങ്ങനെ ഞാൻ ആശ്വസിച്ചിട്ടുണ്ട്. പഠിച്ചോ ഇങ്ങനെ ഇതാണല്ലോ തന്നത്, അത്ര ഒരു പ്രയാസം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസത്തിലൂടെയും പ്രശ്നത്തിലൂടെയും കടന്നു വന്ന എന്റെ കയ്യിലേക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ട് അത് ഞാൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഏറ്റെടുക്കുക? നിങ്ങളൊന്ന് പറഞ്ഞാൽ. അപ്പോൾ അന്നൊരു തീരുമാനം എടുത്തത്, എനിക്ക് ഇതുകൊണ്ട് ഇത്രയധികം ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ എത്ര ആളുകളിലേക്ക് ഇത് എത്തുന്നോ അത്രയും ആളുകൾക്ക് ആരോഗ്യപരമായിട്ട് ഒരു മെച്ചം ഇതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ളൊരു തീരുമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, ഇന്ന് ഒരുപാട് അധികം ആളിലേക്ക്, ഏകദേശം 15,000-ലധികം കുടുംബങ്ങളിലേക്ക് ഈ പ്രോഡക്റ്റ് എന്നിലൂടെ എത്താൻ ഞാനൊരു കാരണക്കാരിയായി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, സാമ്പത്തികപരമായിട്ട് ഒരു ഉന്നതി ഇല്ലാത്ത, ഇപ്പൊ ഓൾറെഡി ബിസിനസ് മേഖലയെന്നോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും അല്ല ഞാൻ വന്നത്. എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് കൂലിപ്പണി എടുക്കുന്ന ആളാണ്. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ബിസിനസ് ലെവലിലേക്ക് ഒന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ പോലും നമുക്കില്ല. പക്ഷെ ഇന്ന് ഈ ഒരു റേഞ്ചിലേക്ക് മാറാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് എന്തിലൂടെയാണോ അതിലൂടെ തന്നെ ഇത് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം മനസ്സിലുണ്ടായിരുന്നു. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് പഠിച്ചോ എന്റെ കയ്യിലേക്ക് കൊണ്ടുതന്നു. അത് മനസ്സറിഞ്ഞ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അത് കറക്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തി ഇന്ന് ഏകദേശം 45 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമാനം ഞാൻ പറഞ്ഞു. ഹസ്ബൻഡ് കൂലിപ്പണിയായിരുന്നു. ഈ കാലിക്കറ്റ് സിറ്റിയിൽ തന്നെ ഓട്ടോ ഓടിച്ചിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞത്. ഇന്ന് അതേ കാലിക്കറ്റ് സിറ്റിയിൽ തന്നെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാറിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഈ കഴിഞ്ഞ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം വന്നപ്പോൾ ഒരു വീട് എടുക്കാനുള്ള ചിന്തയോ മാനസികാവസ്ഥയോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം എടുക്കണമെങ്കിൽ അതിന് മുന്നിൽ വെക്കാൻ എന്തെങ്കിലും വേണ്ടേ. അതില്ലാതെ ഇരുന്നത് കൊണ്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും മാനസികമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പില്ല. പക്ഷെ ഇന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ വർഷം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറും. അതിനുള്ള എല്ലാ പണികളും ഞങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വകഭേദവുമില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറച്ച തീരുമാനമാണെങ്കിൽ ശക്തമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കറക്റ്റ് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരൂലേ. ആ വരുന്ന സമയത്ത് നമ്മൾ ആരോടാ പറയാ? ഹസ്ബൻഡ് വൈഫിനോട് പറയും, വൈഫ് ഹസ്ബൻഡിനോട് പറയും. പരിഹാരം ഉണ്ടാവോ? പല കാര്യങ്ങൾക്കും കിട്ടാറില്ല. അപ്പൊ നമ്മൾ അവസാനം വിളിക്കുന്ന ഒരു വിളിയുണ്ട്, ദൈവമേ എങ്ങനെയെങ്കിലും ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലെ. ദൈവം നേരിട്ട് മുന്നിൽ വന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഥകളിലെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ ശക്തി നമ്മുടെ മുന്നിൽ വരും. അത് ആരുടെയെങ്കിലും രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും. അത് നമുക്ക് പലപ്പോഴും നേരിട്ടിട്ടില്ലേ? അത് ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം, ഏത് രീതിയിലെങ്കിലും അത് നമ്മുടെ മുന്നിൽ എത്തും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസമാണ് ഒരു ഫോൺ കോളിലൂടെ എന്റെ മുന്നിലേക്ക് വന്നത്. ആ ഫോൺ കോളിൽ നിന്ന് എന്തായി, സെബാസ്റ്റ്യൻ സാർ എന്ന വ്യക്തിയിലൂടെ ബിസിനസ്സിൽ സാധ്യത മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള ഒരു അവസരത്തിലേക്ക് എത്തി. ഇന്ന് ഇത്രയധികം നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും. അത് സാധിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഇത്രയധികം ലക്ഷ്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ഒറ്റയടിക്ക് തരുന്നതല്ല. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് കമ്പനിക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് അടക്കം 30 രൂപയെ വരുന്നുള്ളൂ. ബാക്കി 70 രൂപയും ഇമ്പോർട്ട് എക്സ്പോർട്ട് ടീം, നാഷണൽ ലെവലിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീജിയണൽ ലെവലിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവിടുന്ന് വലിയ വലിയ അങ്ങാടികളിലേക്ക് എത്തും. അവിടുന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് എത്തും. ഇങ്ങനെ കൈമാറി വരുമ്പോഴാണ് നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നത്, ഇടനിലക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഇടനിലക്കാരില്ല. അവിടെ കാണാത്ത വേറൊരു ടീമുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, ഐശ്വര്യ റായൊക്കെ പരസ്യം പറയുന്നുണ്ട് അല്ലെ. വെറുതെ പറയോ? ഒരിക്കലില്ല. മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കും ലക്ഷങ്ങളും കോടികളുമാണ് അവർ പ്രതിഫലമായിട്ട് വാങ്ങിക്കുന്നത്. ഇത് ആരുടെ പൈസയാ? ഇവർ ബെൻസിലും BMW ഒക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഭാഗ്യവാൻ ഭാഗ്യവതി എന്നൊക്കെ പറയില്ലേ. നമ്മളെ പൈസയാണ് ഭൂരിഭാഗം എന്ത് ചെയ്യുന്നത്, ഈ പരസ്യങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ബൂസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ സച്ചിൻ 6 കോടിയാണ് അതിന് പരസ്യത്തിനായിട്ട് പ്രതിഫലം വാങ്ങിച്ചത്. ബൂസ്റ്റിന്റെ കമ്പനി പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തതാണോ? ഒരിക്കലല്ല. അതിൽ 1-2 രൂപ കൂട്ടിയിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരൻ വാങ്ങിക്കും. അതിലൂടെ എന്താക്കാം, അവർക്കുള്ള ആ ഒരു എമൗണ്ട് കൊടുക്കാം. ഇന്ന് അദ്ദേഹം പരസ്യം പറയണമെങ്കിൽ 9 കോടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പൊ മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ, ഐശ്വര്യ റായുടെ റേഞ്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റൂലേ. അതിലും കൂടുതൽ അവനെ ചാൻസ് ഉള്ളൂ, കുറയാൻ ചാൻസ് ഇല്ല. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഈ ലക്ഷങ്ങളും കോടികളും ഈ നന്മയുള്ള പ്രോഡക്റ്റിലൂടെ ഒരു 10 കുടുംബങ്ങളിലേക്കോ 100 കുടുംബങ്ങളിലേക്കോ എത്തുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ആ ഒരു പരസ്യം 1 മിനിറ്റിലോ സെക്കൻഡിലോ പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ കുടുംബത്തിന് മാത്രം അതിനെ കൊണ്ട് ഗുണം ഉണ്ടായത്.
പക്ഷെ ഇവിടെ അത് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ഇവിടുത്തെ മോഹൻലാൽ, മമ്മൂട്ടി, ഐശ്വര്യ റായ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്ലാമർ ഒന്നും വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഇത് ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം, കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. എന്താണോ നമ്മൾ അനുഭവിച്ചത്, ഒട്ടും കള്ളം പറയണ്ട. നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാണ്ട് പറ്റുമോ? ഒരിക്കലില്ല. അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ തരുന്ന വ്യക്തി എങ്ങനെയാണോ നിങ്ങളോട് അത് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത്, ആ വൃത്തിക്ക് ഉപയോഗിച്ച് റിസൾട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കോഴിക്കോടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാളെ എവിടെ ഉണ്ടാവും? എറണാകുളത്തോ, തൃശ്ശൂരോ, മൈസൂരോ, കർണാടക ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അവിടേക്കും ഇതെന്താവും? ഇത് ഷെയർ ചെയ്യപ്പെടും. ആ ഷെയർ ചെയ്യപ്പെടുന്നതിലൂടെയാണ് ഷബീർ സാർ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പല ബോണസുകളും നമ്മളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ഘട്ടം ഘട്ടമായിട്ട് തരുന്നത്. ഒറ്റയടിക്ക് ലക്ഷങ്ങളും കോടികളും തരല്ല. അപ്പൊ ആ തരാൻ തയ്യാറായിട്ട് കമ്പനി നിൽക്കുമ്പോൾ ഒരു ദിവസം 1,36,000 തരാന്ന് കമ്പനി പറയുന്നു. പുതിയ വന്ന 3 ബോണസ് അടക്കം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ പ്രവർത്തിച്ചോ, എത്ര വേണമെങ്കിലും തരാന്ന് പറയുന്നു. ഇത്രയും കാലം നമ്മളൊക്കെ ജോലി എടുത്തിട്ടുണ്ട്. എവിടുന്നെങ്കിലും നമുക്ക് നിശ്ചയിച്ചതിലപ്പുറം ഒരു കൂലി നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്താൽ തരുമെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഓണർ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലില്ല. അതിൽ എത്ര കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് അവർ നോക്കുക. നമ്മുടെ വിലപ്പെട്ട കഴിവും സമയം വിലക്കെടുത്ത് നമ്മളിലൂടെ എന്തുണ്ടാക്കാനാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇവിടെ സാഗർ ജോഷി എന്നൊരു മഹത് വ്യക്തി നമ്മളോട് പറയുന്നു, നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടോ ആ എഫേർട്ടിനുള്ള ഇൻകം തരാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള സാമ്പത്തിക സ്ഥിതി എന്നിലുണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്രയധികം ബോണസുകൾ നമുക്ക് തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് വാങ്ങിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലെ? അതിനെന്ത് വേണം? ശക്തമായിട്ടുള്ള ഒരു ടീം നമുക്ക് വേണം. ആ ടീമിലേക്ക് ഇത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ടീം ബിൽഡ് ചെയ്യണം. എല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പരാജയമായിരിക്കും. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വന്ന് എല്ലാവർക്കും രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട. ആ രക്ഷപ്പെടുന്ന ആളുകൾ കൃത്യമായിട്ട് തന്റെ ടീമിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് സക്സസിലേക്ക് എത്തുന്നത്. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം എന്ന് വെച്ച് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളെ അത് ബാധിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അവർക്ക് കറക്റ്റ് ടൈമിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണോ, എങ്ങനെയൊക്കെയാണോ ആ കുട്ടിയെ നമ്മൾ പരിപാലിക്കുന്നത്, അതേപോലെ വേണ്ട സമയങ്ങളിൽ വേണ്ട സംഭവങ്ങൾ കൊടുത്ത് 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 നല്ലൊരു ടീമാക്കി നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാക്ക് തരാം, നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സാഗർ ജോഷി സാർ തരാന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ബോണസുകളും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതിവിടെ ഒട്ടനവധി ലീഡേഴ്സ് വാങ്ങിച്ച് തെളിയിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അല്ലാതെ ചെറുപ്രായക്കാരുണ്ട്, എല്ലാ കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് ആളുകളിലേക്കും കിട്ടുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിലാണ് കാര്യം. കിട്ടാൻ പലർക്കും കിട്ടും, പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയേക്കാം. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയ സാധനം ഏത് വിധത്തിൽ വിനിയോഗിക്കണം എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇതുപോലുള്ള BOP സെന്ററുകൾ കേരളത്തിൽ 13 ജില്ലയിൽ ലൈവായിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ മീറ്റിങ്ങുകൾ, ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, എല്ലാ വെനസ്ഡേയിലും ഉണ്ട്, എല്ലാ സൺഡേയിലും ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ടീം പോക്കറ്റ് BOPകൾ നടക്കുന്നുണ്ട്, അതേപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും പല മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ സിസ്റ്റം എന്താന്നുള്ളത് നമ്മൾ പഠിക്കണം അല്ലെ? അപ്പൊ അതിനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യാം? ഇതൊരു കോഴ്സ് ആയിട്ട് കാണാം. നിങ്ങൾ സെർച്ച് ചെയ്തോ, ലോകമെമ്പാടും സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് വന്നപ്പോൾ ഇതിന്റെ പിന്നിൽ പല ചതിക്കുഴികളും വന്നപ്പോഴാണ് ഇതിന്റെ ഫേസ് ഒന്ന് മാറിയത്. പക്ഷെ നല്ലതും ചീത്തതും ഉണ്ട്. ആ നല്ലത് തിരിച്ചറിയാനും അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ ഏത് സാധാരണക്കാരനും അസാധാരണമായിട്ടുള്ള വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന മഹത്തായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. ആ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കമ്പനി, നല്ലൊരു പ്രോഡക്റ്റ്, നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ, നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം, ഈ 4 കാര്യങ്ങളുടെയും റയർ കോമ്പിനേഷൻ ആണ് ഈ ബൈറ്റോറിയം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതുണ്ടാക്കാൻ സർവേശ്വരൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വിഷയമാണ്.